ഹലോ. സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആഡ്സ് കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിച്ചതുകൊണ്ടാവും ഒരുപാട് കൂടുതൽ ആഡ്സ് എനിക്ക് കാണുന്നുണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ മേക്കപ്പിൻ്റെ. അപ്പം അതിനകത്ത് കണ്ട ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ വെറുതെ വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ് ഈസ് കോൾഡ് കളർ ചേഞ്ചിങ് ഫൗണ്ടേഷൻ. അപ്പം ഞാനിത് കണ്ടത് ബേ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ ഇതിലാണ് കണ്ടത് കേട്ടോ, ഈ ബേ ബ്യൂട്ടി. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇതിൻ്റെ വേറെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ വൈറലായിട്ടുള്ള വീഡിയോസ്. കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയാണ്. എന്താ ആൻഡ് ഞാനിപ്പം ആക്ച്വലി കുറേ ഇതായിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല അധികം. സോ അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ മുഖത്ത് തേച്ച് കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക തിക്നെസ്സും അതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് ഫൗണ്ടേഷൻസിൽ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഓർത്തു ശരി എന്നാൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം എന്നുള്ളത്. ബട്ട് ഉള്ളത് പറയാം, ബേ ബ്യൂട്ടി എന്നുള്ളത് തന്നെ ഒരു ഫേക്ക് ബ്രാൻഡാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒറിജിനൽ, അതായത് ഈ വൈറലാവുന്ന സാധനം വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ആണ്. But it just seemed interesting, so I thought I will try this. ഇതിൻ്റെ ഐഡിയ is that it comes in white color. The stick is in white color. So let me show you. ഇങ്ങനെയാണ് ആ മേക്കപ്പിൻ്റെ ആ പ്രോഡക്റ്റ് വരുന്നത്. ഇങ്ങനെയാണ് ആ പ്രോഡക്റ്റ് വരുന്നത്. ആൻഡ് അത് നിങ്ങൾ റോളപ്പ് ചെയ്ത് കഴിയുമ്പം യു ക്യാൻ സീ ദ കളർ. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. This is what the color looks like. So I just thought I will try this out and see how this looks, what comes out of this. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ വെബ്സൈറ്റിൽ പോയപ്പോൾ there were two colors available. ഒന്ന്, it was called natural, and I think this is the one. If you can see, there's a slight brown shade to it. So this was the natural one. ആൻഡ് മറ്റേത് വന്നിട്ട് ഐവറി വൈറ്റ് എന്നായിരുന്നു കളറിൻ്റെ ഷെയ്ഡ് കേട്ടോ. അപ്പം ഐ ഗോട്ട് ദാറ്റ് ഓൾസോ ബിക്കോസ് ഇത് എന്തോ രണ്ടെണ്ണത്തിന് എന്തോ ഡിസ്കൗണ്ട് കിട്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഇടാം. പക്ഷേ ദിസ് വാസ് ദ ഐവറി വൈറ്റ് വൺ. ആൻഡ് ഇതിനകത്ത് ഇഫ് യു ക്യാൻ സീ അതിനകത്ത് കളറൊന്നുമില്ല. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് വെറുതെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സോ യു സോ ദിസ് ഇസ് ദ ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആൻഡ് ദെൻ ഇറ്റ് കംസ് വിത്ത് എ ബ്രഷ് ദറ്റ് യു കെൻ യൂസ് ടു ബ്ലെൻഡ്. സോ ഇതിപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഐ വിൽ ജസ്റ്റ് ടെസ്റ്റ് ഇറ്റ് ഔട്ട് ഓൺ ക്യാമറ ഇറ്റ് സെൽഫ് ടു സീ ഹൗ ഇറ്റ് വർക്ക്സ്. സോ ദിസ് ഇസ് ദി ഐവറി വൈറ്റ് വൺ. ലെറ്റ്സ് ട്രൈ ദാറ്റ് ഔട്ട് ഓൺ ദിസ് സൈഡ്. ഇവിടെ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ് ഔട്ട് ഇൻ ദിസ് വൺ. ആസ് ഇൻ എൻ്റെ സ്കിൻ കെയർ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനി അതർ മേക്കപ്പ് ഇൻ ദിസ്. സോ അപ്പാരൻ്റ്ലി ദിസ് വിൽ ബ്ലെൻഡ് ടു യുവർ കളർ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ബ്ലെൻഡ് എക്സാക്ട്ലി ടു യുവർ സ്കിൻ കളർ. പക്ഷേ ദർ ആർ ലൈക്ക് പിഗ്മെൻറ്റ്സ് ഇൻ ഇറ്റ് വിച്ച് വിൽ ബ്രേക്ക് ഡൗൺ ദ കളർ. ഇത് അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഇതിനകത്ത്. It has obviously broken down, പക്ഷേ the color, I don't think it's a match because you can see how different it looks from my skin color. So this is definitely not a match for my skin color. So that's a fail. But let's try the natural color one as well. So again, as I said, it looks like the white one, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ക്യാമറ അത് പിക്കപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. There is a slightly brown tint in it. So let's try that out on the other side of my skin, my face. Again, the brush.
ഓക്കെ, ആസ് യു ക്യാൻ സീ ഇത് എന്തോരം ബ്ലെൻഡ് ചെയ്താലും നമ്മുടെ സ്കിൻ കളറിലേക്കൊന്നും ഇത് വരില്ല. മേ ബി കുറേ കൂടെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം ഇറ്റ് മൈറ്റ് വർക്ക്. പക്ഷേ ആസ് യു ക്യാൻ സീ ദ കവറേജ് ഇസ് ഓൾസോ വെരി മിനിമൽ. സോ ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തോരം ഇടേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല ഫോർ ഇവൻ ലൈക്ക് എ ബേസിക് കവറേജ്. സോ ഇതിപ്പോൾ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്താണല്ലോ. ഐ ഓൾസോ താഴെ വീഴ്ത്തി. So I also kept my beauty blender at hand to see if it blends with the beauty blender, but obviously this is wet, so എനിക്കിവിടെ വേറെ മിററൊന്നുമില്ല കേട്ടോ. സോ ഐ മീൻ എൻ്റെ കയ്യിൽ ഇവിടെ ഐ എം ലുക്കിംഗ് അറ്റ് ദ ക്യാമറ ഇറ്റ് സെൽഫ് ഡയറക്ട്ലി ടു സീ ഹൗ ഇറ്റ് ബ്ലെൻഡ്സ് ആൻഡ് എവറിതിങ്. സോ വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഇത് മായ്ച്ച് കളഞ്ഞതുപോലെയുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് റിയലി ഡിഡ് എനിത്തിങ് മച്ച്. ഈ സൈഡും കൂടെ നമുക്ക് അതേപോലെ ബ്ലെൻഡ് ചെയ്ത് നോക്കാം. So this is how it looks blended with a wet beauty blender. പക്ഷേ ആസ് യു കെൻ സീ എൻ്റെ ഈ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതാണ് എൻ്റെ നാച്ചുറൽ സ്കിൻ കളർ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ കളറ്. അത് വെച്ച് നോക്കുമ്പം ഇത് കുറച്ചും കൂടെ ലൈറ്റർ ആണ് ഡെഫിനറ്റ്ലി. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ it's fine. പക്ഷേ I don't think it actually lives up to the claim of being like a color changing viral foundation ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. I don't think it really does anything as such. Not a big fan of this. പക്ഷേ do let me know what you think of this, and I would definitely not recommend that you spend your money on this. Bye.